യൂട്യൂബ് ചാനൽ ഉള്ളവർ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലിൽ ബയോയിൽ ആ ഒരു ലിങ്ക് കൊടുക്കാറുണ്ട്. ഞാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ യൂട്യൂബ് ചാനൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് 2-3 എനിക്ക് 2-3-4 ഒക്കെ വെബ്സൈറ്റ് ഒക്കെ അവിടെ ആഡ് ചെയ്യാം. അതിൽ യൂട്യൂബ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണയായി നടക്കുന്നത് എന്താണ്, ഇതിൽ തന്നെ ഓപ്പൺ ആവും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് എന്താ പറയാ, യൂട്യൂബിലോട്ട് ഇത് പോകത്തില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ നിന്നും റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബിലോട്ട് പോകുന്ന സെറ്റപ്പ് ഇല്ല. അതിനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്വാഭാവികമായിട്ടും എപ്പോഴും നടക്കുന്ന പോലെ അവരുടെ ബ്രൗസറിൽ തന്നെ ഇൻസ്റ്റാഗ്രാം മുകളിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രൗസറിൽ തന്നെ എൻ്റെ ആ ഒരു ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട് യൂട്യൂബ്. പക്ഷേ എനിക്കിവിടെ ഒരു വാണിംഗ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എക്സ്റ്റേണൽ ആപ്പിലോട്ട് ഇത് പോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ആയി നമ്മുടെ ചാനൽ അവിടെ ഓപ്പൺ ആയിക്കോളും. കണ്ടോ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അതിൽ blogger.com എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം ഗൂഗിളിന്റെ തന്നെ ഫ്രീ വെബ്സൈറ്റ് ആണ് ഈ blogger.com എന്ന് പറയുന്നത്. നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നമ്മളുടെ ബ്ലോഗും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഒരു ഫ്രീ വെബ്സൈറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബ്ലോഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അത് കുറച്ച് നീളമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. എനിക്കിവിടെ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട്. പിക്സൽ മലയാളിക്ക് നമുക്കൊരു വെബ്സൈറ്റ് ഇവിടെ ഓൾറെഡി അതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ലിങ്കും എല്ലാം ഷെയർ ചെയ്യുന്നത് ഇതുവഴിയിട്ടാണ് കേട്ടോ. ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ, വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനി നമ്മളിവിടെ താഴെ വന്നാൽ ഇവിടെ പേജസ് എന്ന് കാണാം. ഈ പേജസ് എടുക്കുക. പേജസ് എടുത്ത ശേഷം നിങ്ങളുടെ തൊട്ട് മുകളിൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ പോസ്റ്റിന് വരെ അവിടെ ന്യൂ പേജ് എന്ന് കാണാൻ പറ്റും. കണ്ടോ, ആ പേജിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഈ ഒരു പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ HTML വ്യൂ എന്നുള്ളതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ വരും. ഈ കിടക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം അതേപോലെ അങ്ങ് കോപ്പി എടുത്തോളൂ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് അതേ കണക്ക് കോപ്പി എടുത്ത് ഈ ഒരു പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ 2 ലിങ്ക് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതായത് നമ്മുടെ പിക്സൽ മലയാളിയുടെ യൂട്യൂബ് ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ www.youtube.com കഴിഞ്ഞ് എൻ്റെ യൂട്യൂബിന്റെ ലിങ്കാണ് അവിടെ കിടക്കുന്നത്. ഈ www തൊട്ടുള്ള ലിങ്ക് നിങ്ങളുടെ ലിങ്കായിട്ട് റീപ്ലേസ് ചെയ്യുക. അതിന് തൊട്ട് മുമ്പോട്ടുള്ള ഒന്നും കളയരുത്. ഈ www തൊട്ടുള്ള നിങ്ങളുടെ ഇതിന്റെ പേര് മാത്രം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഈ അറ്റ് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് നമ്മളുടെ യൂട്യൂബിന്റെ ID എന്ന് പറയുന്നത്. ഈ ഒരു ID എടുത്തങ്ങ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഒന്നി യൂട്യൂബിന്റെ ലിങ്ക് മൊത്തത്തിൽ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ID മാത്രം ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു കോഡ് അതേ കണക്ക് നിങ്ങൾ കൊണ്ടൊന്ന് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് അതിന് ടൈറ്റിൽ എന്ത് കൊടുക്കണം, യൂട്യൂബ് ചാനൽ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ എന്ന് വെറുതെ കൊടുക്കുന്നു. ഞാനിവിടെ ഓൾറെഡി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പേജ്. അതുകൊണ്ട് ഞാൻ ഇതിന് ഒരു 01 എന്ന് ചുമ്മാ ഒന്ന് കൊടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യുക. കൺഫേം കൊടുക്കുന്നു. പബ്ലിഷ് ചെയ്തു. ഇവിടെ ആ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷെയർ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് ഇതെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ലിങ്ക് നമ്മൾ നേരെ കൊണ്ടുപോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടുന്ന് കോപ്പി എടുത്തല്ലോ. ഞാൻ ഇത് ഒരു പുതിയൊരു വിൻഡോ എടുത്തിട്ട് ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണേ. ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുമ്പോൾ എന്ത് നടക്കുന്നു നോക്കിക്കോളൂ. ഞാൻ എൻ്റർ അടിക്കുകയാണ്. നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആവും. ആദ്യം ഓപ്പൺ ആയിട്ട് അപ്പം തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് റീഡയറക്റ്റ് ആവും. മനസ്സിലായോ? പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനലിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് പോകും. ഇതാണ് ഈ ഒരു ലിങ്ക് വെച്ച് നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഫുൾ വീഡിയോ ഞാൻ ചെയ്തു തരാം. എൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്.
ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ടെംപ്ലേറ്റ് ഞാൻ കുറച്ച് ഒരു തവണ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ പല വെബ്സൈറ്റുകളിലും ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ വെബ്സൈറ്റിന്റെ ടെംപ്ലേറ്റ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്കതൊരു ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.